യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിൽ ജയിലിൽ നടത്തിയിരുന്ന ഉപവാസം അവസാനിപ്പിച്ചു. പേരാമ്പ്രയിൽ UDF പ്രവർത്തകർക്കെതിരെ നീക്കമുണ്ടാകില്ലെന്ന് IG UDF നേതാക്കൾക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 10 ദിവസമായ ഉപവാസത്തിലായിരുന്നു ദുൽകിഫിൽ. ഇപ്പോൾ ആശുപത്രിയിലാണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, വിവരം. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനുണ്ടായ സംഘർഷത്തെ തുടർന്ന് നവംബർ 1 അറസ്റ്റിലായത് മുതൽ തന്നെ ഉപവാസത്തിലായിരുന്നു, ജയിലിൽ ഉപവാസത്തിലായിരുന്നു ദുൽകിഫിൽ. ആദ്യം അദ്ദേഹത്തെ കൊയിലാണ്ടി സബ് ജയിലിലായിരുന്നു, തുടർന്ന് അങ്ങോട്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെയും ഉപവാസം തുടർന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് UDF നേതാക്കൾ, MK രാഘവൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ IG-യുമായി നടത്തിയ യതീഷ് ചന്ദ്രയുടെ ചർച്ചയിലാണ് പേരാമ്പ്രയിൽ UDF പ്രവർത്തകർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം നേതാക്കൾ ദുൽകിഫിലിനെ അറിയിക്കുകയും അങ്ങനെ ജയിലിലുണ്ടായിരുന്ന ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപവാസം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അതിന്റെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വീണ്ടും ജയിലിലേക്ക് മാറ്റും. എന്തായാലും ഒരു 10 ദിവസത്തിലധികമായി ഉപവാസത്തിലായിരുന്നു. ഈ അറസ്റ്റും ആദ്യഘട്ടത്തിൽ അധികം ജാമ്യം ലഭിച്ചില്ല. വീണ്ടും ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പ്രഖ്യാപിച്ച ഘട്ടത്തിലും ജയിൽ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിൽ. ശരി.